സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും പരിഹസിക്കപ്പെടുന്നത് ഒരു വീഡിയോ ആൽബത്തിന്റെ പേരിലാണ്. അടിമുടി കോപ്രായവും കോമാളിത്തരവും നിറഞ്ഞ ഒരു വീഡിയോ ആൽബമാണ് പിണറായി വിജയനെ പുകഴ്ത്താനെന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. CPM ഔദ്യോഗികമായി പുറത്തിറക്കിയ വീഡിയോ അല്ലിത്. അതേസമയം CPM പ്രൊഫൈലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പിണറായി വിജയന് പണികൊടുക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ IT സെല്ലുകൾ പുറത്തിറക്കിയതാണെന്ന വാദമാണ് CPM-കാർ ഉയർത്തുന്നത്. പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനത്തിന്റെ ഓരോ സീനുകളും കട്ട കോമഡിയാണ്. അതോടൊപ്പം അവസാനം ഒരു വരി ഇങ്ങനെ: സ്വജനപക്ഷവാദികളിൽ വാദ്യാരെന്നും മാസ്റ്ററട. ഇത് ഉദ്ദേശിക്കുന്നത് പിണറായി സ്വജനപക്ഷവാദികളുടെ മാസ്റ്റർ അല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. ഫലത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ വേണ്ടിയുണ്ടാക്കിയ വീഡിയോ അദ്ദേഹത്തിന്റെ ഇമേജിന് വലിയ രീതിയിൽ കോട്ടം തട്ടുകയാണ്. കേരള CM എന്ന തലക്കെട്ടിട്ട ആൽബം പിണറായി വിജയനു വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നിശാന്ത് നിള രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ആൽബം സാജ് പ്രൊഡക്ഷനു വേണ്ടി TS സതീഷാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും മലയാള നാടിന്റെ മന്നനായും ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സും ഒക്കെയായി വാഴ്ത്തി ചിത്രീകരിച്ച ഗാനം പക്ഷേ അതിന്റെ വികലമായ ചിത്രീകരണം മൂലം പാർട്ടിക്കാരിൽ പോലും ചിരി ഉയർത്തുകയാണ്. അപഹാസ്യമായ ചിത്രീകരണം, സ്വജനപക്ഷവാദികളിൽ വാദ്യാരെന്നും മാസ്റ്ററട എന്ന് പറയുന്ന വരികൾ തന്നെ അബദ്ധമാണ്. അതിനേക്കാൾ മോശമാണ് ചിത്രീകരണം, തനി അക്രമം എന്നാണ് കട്ട പാർട്ടിക്കാർക്ക് പോലും പറയാനുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരായ നീക്കം ആസൂത്രിതമാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ മുന്നേറ്റത്തിന് തുണയായതായും വീഡിയോയിൽ പറയുന്നു. 8 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൗമാരക്കാലം വരെ ആവിഷ്കരിക്കുന്നതാണ്. യൂട്യൂബിൽ വീഡിയോയ്ക്ക് വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗാനത്തിന് പിന്നിൽ CPM-ന്റെ കൈകളുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇതിനു മുമ്പ് 2022-ൽ തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെയായിരുന്നു 500 പേർ പങ്കെടുത്ത തിരുവാതിര. ഈ പാട്ടിലെ കാരണഭൂതൻ എന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പ്രയോഗമായി തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏറ്റെടുത്തിരുന്നു. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നിങ്ങനെ പോകുന്നു മെഗാ തിരുവാതിരയുടെ വരികൾ. വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതിനൊപ്പം പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പാട്ടിനും നൃത്താവിഷ്കാരത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയിലേക്ക് CPM കടന്നില്ല. എന്നാൽ P ജയരാജനെ പുകഴ്ത്തുന്ന ഗാനമിറങ്ങിയപ്പോൾ ഇതായിരുന്നില്ല അവസ്ഥ. മുമ്പ് P ജയരാജനോട് ആരാധന മൂത്ത ചിലർ ഒരു വീഡിയോ ആൽബം ചെയ്തതിന് അദ്ദേഹത്തിനെ ഏറെ പഴിച്ചു. ജയരാജൻ വ്യക്തിത്വ ആരാധനയിൽ അഭിരമിക്കുകയാണെന്നു വരെ ആരോപണമുണ്ടായി. തൽപര കക്ഷികൾ അത് പ്രചരിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും തടയാൻ ശ്രമിച്ചില്ല. PJ ആർമി എന്ന സംഘത്തെ നിലയ്ക്കു നിർത്തിയില്ല എന്നിങ്ങനെ പോയി വിമർശനങ്ങൾ. പാർട്ടിയുടെ ഈ വിമർശനം ജയരാജൻ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായി സ്തുതികൾ ആവർത്തിക്കുമ്പോഴും ഒരു നടപടി പോയിട്ട് ചർച്ച പോലും പാർട്ടിക്കകത്ത് ഉണ്ടാവുന്നില്ല.